ഇഷ്ടംപോലെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറിയോ ഇഷ്ടം 1000 മെമ്മറി ഇല്ലേ. പക്ഷെ ഇപ്പൊ ഈ വർഷത്തെ ഓണത്തിന് എന്ന് വെച്ചാൽ ഞാൻ എന്നെ ഇത്രയും നാളെ നമുക്ക് തടിയുള്ളതുകൊണ്ട് എല്ലാവരും നമ്മളെ മാവേലിയൊക്കെ നോക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതുവരെ മാവേലി വേഷം കെട്ടിയിട്ടില്ല. നമ്മൾ വളരെ പോസിറ്റീവായിട്ടല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കാറില്ല. ലാലേട്ടൻ പക്ഷേ അതേസമയം നമ്മളെ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഞാൻ എപ്പോഴും ആ മനുഷ്യനെ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളാണ് പുള്ളിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് തോന്നും. വെട്ടമായിരുന്നു യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കണ്ട മലയാളം സിനിമയാണ് എന്ന് ചിന്തിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിലൊരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഇവിടെയാണെന്നുള്ള മനസ്സിലാക്കി ഇതിൽ ഫോക്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് പേരുന്ന ഒരാളെ കുറ്റപ്പെടുത്തുന്നത് കണ്ടാൽ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും മെഗാ സ്പേസിൽ നിന്ന് മാറണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ഒരു കാലഘട്ടത്തിൽ പൂജാ നായകനായിരുന്നു. എന്നുവെച്ചാൽ പൂജ അടക്കം പടം ഇറങ്ങില്ല. ഇന്ന് ഓൺ എപ്പിസോഡിൽ സ്പെഷ്യൽ അതിഥിയായി എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം മിഥുൻ ചേട്ടനാണ്. മിഥുൻ ചേട്ടാ, ഭയങ്കര സന്തോഷം മിഥുൻ ചേട്ടൻ ഇന്റർവ്യൂ എടുക്കാൻ. ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനും ഭയങ്കര എനർജി ഉള്ള ഒരാളാണ്. മിഥുൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കണു. നമ്മുടെ ഇപ്പൊ പുതിയ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ ഫിനാലെ നടക്കുകയാണ്. അതാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തെ യാത്ര അവസാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ദുബായും കേരളവുമായിട്ട് കുറച്ചേറെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകമായിട്ടൊരു വിശേഷം പറയാനില്ല. ഇതാണ്. അതെ, ശരിക്കും ഞാൻ ഇൻട്രോയില് പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം മിഥുൻ ചേട്ടാ. ചേട്ടന് എന്താന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അപ്പൊ മിഥുൻ ചേട്ടനെ കാണുന്ന സമയത്ത് നമ്മൾ മുൻപും നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണുന്ന സമയത്തുണ്ടല്ലോ മിഥുൻ ചേട്ടനെ എപ്പോഴും എന്ത് പറഞ്ഞാലും ചേട്ടാ നമുക്ക് ചെയ്യാടാന്ന് പറയുന്ന ഒരു ഭയങ്കര എനർജി. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അയ്യോ, അത് ദൈവാനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യമായിട്ട് പക്ഷെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കണം എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വരുന്നത് അറിയാനുമില്ല കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവാണ്. കൂടുതലും വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ ഒരു ഞാൻ നെഗറ്റിവിറ്റി എടുക്കുകയില്ല. നെഗറ്റീവ് ആണ് ആൾക്കാരെങ്കിൽ അവരെ മാക്സിമം മാറ്റി നിർത്തുകയും ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ പോലുള്ള പോസിറ്റീവായിട്ടുള്ള അതെനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പോസിറ്റീവായിട്ട് അതുകൊണ്ടാണ് അവിടെ വന്ന എല്ലാം ഇപ്പൊ നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറയുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ മിക്കവാറും ഞാൻ അത് കഴിയുമ്പോൾ ഒരു ഷെല്ലിലോട്ടൊക്കെ മാറാറുണ്ട്. അല്ല, അത് ശരിക്കും ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം പിന്നെ ചേട്ടാ, ഓണൊക്കെ ആണല്ലോ. അപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ ഓണം എന്ന് പറയുമ്പോ ആദ്യം എന്താ ഓർമ്മ, ഒരു മെമ്മറി ഉണ്ടാവില്ലേ? ഇഷ്ടംപോലെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറിയോ ഇഷ്ടം 1000 മെമ്മറി ഇല്ലേ. പക്ഷെ ഇപ്പൊ ഈ വർഷത്തെ ഓണത്തിന് എന്ന് വെച്ചാൽ ഞാൻ എന്നെ ഇത്രയും നാളെ നമുക്ക് തടിയുള്ളതുകൊണ്ട് എല്ലാവരും നമ്മളെ മാവേലിയൊക്കെ നോക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നെ ഇതുവരെ മാവേലി വേഷം കെട്ടിയിട്ടില്ല. ഞാൻ ആദ്യമായി ഇത്തവണ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആഡിന് വേണ്ടിയിട്ട് നമ്മുടെ മൃദുൽ നായർ ഡയറക്ട് ചെയ്യുന്ന മൈത്രിയുടെ ആഡിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മാവേലി വേഷം കെട്ടുന്നത്. അപ്പൊ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റാർ സിംഗറിലെയും മാവേലിയായി. അപ്പൊ 2 മാവേലിയായി എന്നുള്ളതാണ് ഈ വർഷത്തെ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാവേലി വേഷം കൊള്ളാം, രസമുണ്ട്. ഇട്ടിരിക്കാനുള്ള ആകെയുള്ള പ്രശ്നം കിരീടം ഇങ്ങനെ ഇരിക്കുമ്പോൾ തല തട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, മാവേലി എന്ന സമയത്തെ ഇപ്പൊ മാവേലി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗെറ്റപ്പിലൊക്കെ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചൊരു രാജാവാണ് തോന്നിയിരുന്നു. ഞാൻ നേരത്തെ തന്നെ സ്വയം ചിന്തിക്കണം അങ്ങനെയാ. നമ്മുടെ രാജ്യത്ത് നമ്മളാണല്ലോ രാജാവ്. അപ്പൊ അങ്ങനെ തോന്നിയൊന്നുമില്ല. അല്ലല്ല, പറഞ്ഞ മറ്റേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം യഷിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. യഷ് മറ്റേ ചോദിച്ചു രാവണനായിട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആ കിരീടം വെച്ച് കഴിയുമ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് രാവണൻ. ആ കിരീടം നല്ല ഹെവി കിരീടമാണ്. അത് വെച്ച് കഴിയുമ്പോഴാണ് ഞാൻ രാവണൻ. ഞാനപ്പോ വിചാരിച്ചു എനിക്ക് ഈ കിരീടം വെച്ച് കഴിയുമ്പോ മാവേലിയുടെ ഫീല് വരുമായിരിക്കുന്നു. ആ കിരീടം വെച്ചിട്ടേ എഴുന്നേക്കുമ്പോ തൊട്ടും ഇരിക്കുമ്പോ തൊട്ടും അത് അവസാനം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൈറ്റ് ഇത്രയാണല്ലോ. ഇത് വെച്ച് കഴിയുമ്പോ ഒരു ഇത്രയും കൂടി കൂടിയില്ലേ. അത് ഓരോരുത്തും തട്ടുക, അത് തട്ടിയിട്ട് വന്ന് വീഴുക, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല യഷിന് എങ്ങനെയായിരിക്കും, ചുറ്റും ആളുള്ളതുകൊണ്ടായിരിക്കും നമുക്ക് പണിയാണ്. പുള്ളിക്ക് അവിടെ ഇതുണ്ടാവും, പക്ഷെ നമുക്ക് രക്ഷയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ദുബായിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ഭയങ്കര ഒരു എല്ലാവരും ഭയങ്കര ഒത്തൊരുമയാണ് ഫെസ്റ്റിവൽ ഒക്കെ എന്ന് പറയുമ്പോ. അപ്പൊ ഈ ദുബായിലൊക്കെ ഉള്ള ഓണൊക്കെ എങ്ങനെയായിരുന്നു? ദുബായിലെ ഓണം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. കാരണം ദുബായിലെന്നല്ല, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ പോയപ്പോഴും അവിടത്തെയും സിറ്റുവേഷൻ എന്താണ്, പ്രവാസിയായിട്ട് മലയാളി ജീവിക്കുന്ന സ്ഥലത്ത് നമുക്കെന്ന് വെച്ചാൽ നമ്മളൊരു ജോലിക്കാണല്ലോ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ബിസിനസ് നടത്തുകയാണല്ലേ, അങ്ങനെയാണല്ലോ എല്ലാവരും. അപ്പോൾ നമുക്കൊരു മൺഡേ ടു ഫ്രൈഡേ
എന്ന് പറയുന്നത് ജോലി സമയമാണ്. അപ്പോൾ ആ സമയത്ത് ആഘോഷങ്ങൾ ഇപ്പൊ നമുക്ക് 26-ാം തീയതി വരുന്ന ഇത്തവണ എനിക്കൊന്ന് ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ചയാണ് ഞാൻ തോന്നുന്നത്, അതായത് നമ്മുടെ തിരുവോണം വരുന്നത്. അപ്പോ ആ സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ഓഫീസിലെ സെലിബ്രേഷനോ ഒക്കെ ഉണ്ടാവുള്ളൂ. ആ ദിവസം ലീവ് എടുത്ത് ഒരു മലയാളിക്ക് വീട്ടിൽ പോയിരുന്ന് ഊണ് കഴിക്കാൻ പറ്റിയാൽ അത് അത്രയും വലിയ ഭാഗ്യം. അല്ല, അവിടുത്തെ റെസ്റ്റോറന്റുകളിൽ മുഴുവൻ തിരക്കാണ്. അപ്പോൾ അതൊക്കെ ആ ദിവസം നടക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കൂട്ടായ്മകളുടെ കൂടെയൊക്കെ ആഘോഷിക്കണമെങ്കിൽ നമുക്കൊരു വീക്കെൻഡ് വേണം. അപ്പൊ അങ്ങനെ ഒരു വീക്കെൻഡ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ വീക്കെൻഡുകൾക്ക് എല്ലാം കൂടി ബുക്ക് ചെയ്ത് വരുമ്പോൾ ഹാളുകളുടെയും ഒക്കെ ഒരു അവൈലബിലിറ്റി വെച്ചിട്ട് നമുക്ക് മിക്കവാറും ക്രിസ്മസ് വരെയും ഓണം കൊണ്ടുപോകും. അപ്പോ അത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശരിക്കും പറഞ്ഞാൽ ഡിസംബർ ആവുമ്പോഴേ അവസാനിക്കുള്ളൂ. അതിന്റെ കാര്യം ഇതാണ്, ഇതിന്റെ മെയിൻ കാരണം ഇതാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ വീക്കെൻഡുകളേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ അവിടേക്ക് മാവേലി വേഷം കെട്ടുന്ന ആൾക്കാർ മാവേലിയുടെ വേഷം കെട്ടി 25-ാം തീയതി സാൻഡയുടെ വേഷം കിട്ടും. സെയിം ആണല്ലോ. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന സമയത്ത്. പക്ഷെ എനിക്ക് തോന്നിയിട്ട് കമ്പാരിറ്റീവ്ലി ഇവിടത്തെക്കാളും കുറച്ചും കൂടി ഭയങ്കര യൂണിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഉറപ്പല്ലേ, നമ്മൾ വേറൊരു സ്ഥലത്ത് ഇപ്പം ഞാൻ മറ്റേ 2 കൺട്രീസിൽ ദിലീപേട്ടൻ മറ്റേ ബർഗർ കൊണ്ടുപോയിട്ട് മറ്റേ അയല പൊരിച്ചുകൊണ്ട് കാണുന്നത്. നമ്മൾ വേറൊരു സ്ഥലത്തുമ്പോ നാട്ടിലെവിടെയാന്നുള്ളതാണല്ലോ ഫസ്റ്റ് ചോദ്യം. അതെന്താ കാര്യം എന്ന് വെച്ചിട്ട് നമുക്കൊരു ഒത്തൊരുമ അവിടെ വരും. കാരണം നമ്മളെ കണക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നും. ഇവിടെ നമുക്ക് തോന്നിയെന്ന് വരില്ല. ഇവിടെ നമ്മൾ പെട്ടെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് റീജിയണലിസം വരെ റീജിയണലിസം വരെ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൃശ്ശൂർ ഭാഷയല്ലേ സംസാരിക്കുന്നത് അല്ലെ? അപ്പോ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പം എന്റെ ഭാഷയിൽ എവിടെയെങ്കിലും ഒക്കെ തിരുവനന്തപുരം കയറി വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ റീജിയണലിസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസസ് ആണ് നമുക്ക് കുറച്ചുകൂടി അറിയുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന ഡിഫറൻസുകൾ ആയിരിക്കില്ല നമുക്ക്. കുറച്ചുകൂടി മലയാളി എന്നുള്ള ഒരു ഒത്തൊരുമ, ഇന്ത്യൻ എന്നുള്ള ഒരു ഒത്തൊരുമയൊക്കെ കുറച്ചുകൂടി നമുക്ക് ഫീൽ ചെയ്യും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടുത്തെ മെമ്മറീസ് കുറെ ഉണ്ടായിരിക്കുമല്ലോ ഓണം എന്നൊക്കെ പറയുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ ഉണ്ട് അവിടെ. 22 വർഷം ഞാൻ ദുബൈയിലാണ്. അപ്പൊ 22 വർഷവും ഓണം ആഘോഷിച്ചിട്ടുണ്ട് അവിടെ. ഓണം വലിയ സെലിബ്രേഷൻ ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കോവിഡിന്റെ ടൈമിൽ പോലും നമ്മുടെ ഓണാഘോഷങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. അതില് ഒരു ഡിസ്റ്റൻസിങ്ങിലൂടെ സദ്യ വരെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മള് സൂം സദ്യകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതായത് പല റെസ്റ്റോറന്റുകളിൽ നമ്മുടെ ഞാനവിടെ റേഡിയോയിലാണല്ലോ, നമ്മുടെ ലിസണേഴ്സിനെ ഇരുത്തി അവിടെ ലൈവ് ക്യാമറകൾ വെച്ച് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതിന്റെ ഒരു സുഖങ്ങൾ അതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞ വെച്ചാൽ കോവിഡിൽ പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അത് തന്നെയാണ് വലിയൊരു കാര്യം. നമ്മൾ എപ്പോഴും എല്ലാ ആഘോഷങ്ങളും നമ്മൾ ചേർത്ത് പിടിക്കണം, ഏത് കാലം വരെ ആയാലും നമ്മൾ. അപ്പൊ ഈ നാട്ടിലൊക്കെ ഉള്ള ഒരു ഓണം എങ്ങനെ? എന്തായാലും പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ മെമ്മറീസ് ഉണ്ടാവും കുട്ടിക്കാലത്തൊക്കെ ഉള്ള. അപ്പൊ ആ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നാട്ടിലെ ഓണം എന്ന് പറഞ്ഞാല് കൂടുതൽ ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഓണം വെക്കേഷൻ ആയിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്താണ് കസിൻസ് എല്ലാം വരിക. അപ്പം ഞാനിപ്പോഴും എന്റെ തറവാട് വീട് തന്നെയാണ് ഞാനിപ്പോഴും താമസിക്കുന്നത്. അത് എന്റെ വീട് അത് തന്നെയാണ്. അപ്പൊ അവിടെ കൂട്ടുകുടുംബമായിരുന്നു. ഞാൻ കുട്ടിക്കാലത്തൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. അപ്പൊ എല്ലാവരും ഉണ്ടാവുമായിരുന്നു. അപ്പൊ അവിടെ തന്നെയായിരുന്നു എല്ലാവരും കുക്ക് ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂടി അങ്ങനെയുള്ളൊരു സംഭവമാണ്. പക്ഷെ പിന്നീട് എല്ലാവരും പല വീടുകളിലോട്ട് മാറിയ സമയത്ത് ഓണത്തിന്റെ ടൈമിലായിരുന്നു എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നത്. അപ്പൊ ഓണത്തിന്റെ ടൈമിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയാണ്. നമുക്കൊരു സദ്യവട്ടം എന്ന് പറഞ്ഞാൽ അമ്മ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും, ബാക്കി എല്ലാവരും വന്നിട്ട് ഒരുമിച്ചായിരിക്കും കുക്ക് ചെയ്യലും ബാക്കി ഇതൊക്കെ ആയിട്ട്. എന്റെ കസിൻസ് എല്ലാവരും കൂടുന്നത് ഈ ഓണം വെക്കേഷനും ആയിരിക്കില്ല. അതായത് കുട്ടിക്കാലത്ത് ഒരു ഓണം എന്ന് പറയാം. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാരും ഒക്കെ ആയിട്ട് അവിടെ അത്തച്ചമയവും പരിപാടികളും ഒക്കെ ആയിട്ടായിരിക്കുമല്ലോ കൂടുതലായിട്ടും പോകുന്നുണ്ടാവുക. ഞാൻ മെഡിക്കൽ കോളേജിന്റെ അവിടെ ചാലക്കുടി റോഡിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഓണാഘോഷമായിരിക്കും പിന്നീടുണ്ടാവുക, റെസിഡൻസ് അസോസിയേഷനും സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ പിന്നീട് നമ്മുടെ ഒരു വർക്ക് സ്പേസിലൊക്കെയുള്ള ഓണാഘോഷം ഉണ്ടാവുക. ഇതൊക്കെ എല്ലാം എല്ലാ കാലഘട്ടത്തിലും ഓരോ തരം മെമ്മറികളാണെന്നുള്ളതാണ് വാസ്തവം. അല്ല, അത് ശരിക്കും നമ്മൾ എപ്പോഴും അത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവുക കാര്യങ്ങളൊക്കെ. ഒരിക്കലും നമ്മൾ എനിക്ക് അതിന്റെ മരണം വരെ നമ്മൾ അത് മറക്കില്ല, ഓരോ ഓർമ്മകൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈ 2000-ൽ തുടങ്ങിയ ഒരു യാത്രയാണല്ലോ ഇപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ. അതിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കാണുന്ന വിന്ദൻ ചേട്ടനൊന്നല്ല, ഒരു ചെറിയൊരു പയ്യൻ. അപ്പൊ എങ്ങനെയാണ് വിന്ദൻ ചേട്ടാ ഒരു തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത്? ഞാൻ ഓഡിഷൻ, ഈ പറയുന്ന ഇപ്പോഴത്തെ കാലത്ത് ഓഡിഷൻ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പൊ നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പോകുന്ന അന്ന് എന്ന് പറഞ്ഞാൽ പത്രത്തിലെ പരസ്യമോ ഇതേ കാണുള്ളൂ. 2000-ലെ കാര്യം പറയണം. അപ്പൊ അത് വെച്ചിട്ട് ഫോട്ടോ മെയിൽ ചെയ്ത് കൊടുത്തിട്ട്, അതായത് ഇമെയിൽ അല്ല, പ്രോപ്പറായിട്ട് കത്തായിട്ട് അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്നും കോള് വന്ന് ആലപ്പുഴ റേബൻ ഹോട്ടലില് സ്ക്രീൻ ടെസ്റ്റ് എന്നാണ് അതിന് പറയാ, സ്ക്രീൻ ടെസ്റ്റ് നടത്തി അതിൽ നിന്നും സെലക്ട് ആയ 40 പേരിൽ ഒരാളായിരുന്നു ഞാൻ. ആ 40 പേരിൽ ഒരാളായിട്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഡയലോഗ് കിട്ടണമെങ്കിൽ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയൊക്കെ സോപ്പിട്ട് ചെയ്ത്, പിന്നെ എപ്പോ കണ്ടാലും ബാക്കി ഇപ്പൊ ഫാസിൽ സാർ അത് വീഴുന്ന പോവാണെങ്കിൽ നമ്മൾ വലിയ അഭിനേതാവാണെന്നൊക്കെ കാണിച്ച് ഒക്കെയാണ് ഒരു സീൻ കിട്ടുക. അപ്പൊ അതിനകത്ത് എനിക്ക് 2-3 സീൻ കിട്ടിയായിരുന്നു. എനിക്കും അരുണുമാണ് ശരിക്കും പറഞ്ഞാൽ, അരുൺ മെയിൻ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോ നമുക്കായിരുന്നു സീൻ.
എനിക്ക് പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഞാൻ ഒരുപാട് അടുത്ത് പോയി ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ച ആൾക്കാരെല്ലാം ലൈഫ് ഇസ് കണ്ടതിന് ശേഷം ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ കണ്ടതിന് ശേഷം എന്നോട് എനിക്ക് പെട്ടെന്ന് സീരിയൽ കിട്ടി. എനിക്ക് സൂര്യകാന്തി എന്ന് പറഞ്ഞ സീരിയൽ കിട്ടി. അതിനിടയ്ക്ക് ഒരു സിനിമ ചെയ്തത് ശേഷമായിരിക്കും, അത് ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ സൂര്യകാന്തി സീരിയല്, ആ സീരിയൽ ഭയങ്കരമായിട്ട് കയറി ക്ലിക്കായി. ദൂരദർശനിൽ ഉച്ചയ്ക്ക് പറഞ്ഞൊരു സീരിയലായിരുന്നു. പക്ഷെ അതിനകത്ത് ആ ക്യാരക്ടർ കയറി ക്ലിക്കായപ്പോ പിന്നെ എനിക്ക് സീരിയലുകൾ ഇഷ്ടം പോലെ വന്നു. ഈ സീരിയലുകളിൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയാണല്ലോ നമ്മുടെ ആഗ്രഹമാണ്. നമ്മളത്തെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സിനിമയാണ് ആഗ്രഹം എന്നല്ലേ പറയും. അപ്പൊ ആ സമയത്ത് സിനിമയ്ക്ക് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന ഡബിങ് വഴിയാണ് ബാക്കിയുള്ളവരുമായിട്ടുള്ള കണക്ട് കിട്ടുന്നത്. കമൽ സാറുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ സീരിയൽ കണ്ടിട്ടാണ് ജോഷ് സാറ് വിളിക്കുന്നത് ആദ്യമായിട്ട്, റൺവേയിലേക്ക് വിളിക്കുന്നത്. അപ്പോ അതെല്ലാം അങ്ങനെ സംഭവിച്ചതാണ്. റൺവേയും വെട്ടവും ഇതും കഴിഞ്ഞപ്പോ എനിക്ക് ദുബായിൽ ജോലി കിട്ടി. ഞാൻ ദുബായിക്ക് പോയി. അല്ല, എനിക്ക് തോന്നുന്നുണ്ടല്ലോ മിഥുൻ ചേട്ടന്റെ ശബ്ദം ഭയങ്കര റെക്കഗ്നൈസ് ചെയ്യുമായിരുന്നു ആ സമയത്ത്. അതായത് ഒരു 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 സ്പെഷ്യൽ സൗണ്ട് ആയിരുന്നു ശരിക്കും. അല്ല, അപ്പൊ അന്ന് ശരിക്കും ആ 2000-ല് ഇപ്പൊ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ തിളങ്ങി നിൽക്കുന്ന സമയം, ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അതുപോലെ ലാലേട്ടനായിട്ട് ഇപ്പോഴും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ലാലേട്ടന്റെ കൂടെ? നമുക്ക് അങ്ങനെയൊന്നും പറയാനുള്ള ഒരു പോലും സ്പേസ് ഇല്ലല്ലോ. കാരണം വെച്ചാൽ ലാലേട്ടൻ പക്ഷേ അതേസമയം നമ്മളെ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഞാൻ എപ്പോഴും ആ മനുഷ്യനെ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളാണ് പുള്ളിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് തോന്നും. അത് അങ്ങനെ വരുത്തി തീർക്കാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. എന്ന് ഞാൻ പറഞ്ഞ പുള്ളി അത് അവിടെയും എൻഷുർ ചെയ്ത്, അതായത് നമ്മളെ പുതിയ ആൾക്കാരാണെന്നൊന്നും പുള്ളി കണക്കാക്കുകയോ ഇതൊന്നും ചെയ്യില്ല. പുള്ളി അവിടെ ഇരുന്നിപ്പോ നമ്മുടെ ഷോട്ടിന്റെ ഇടയിൽ പുള്ളി ഇരിക്കുന്ന ഷോട്ടുണ്ടോ നമ്മളെല്ലാവരും ചുറ്റും ഇരിക്കുകയാണ്, പുള്ളി നമ്മുടെ അടുത്തൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, ഇത് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ താരമാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ആളാണ് സംസാരിക്കുന്നത്. നമ്മൾ കുറച്ചൊന്ന് വെപ്രാളപ്പെടും, എന്ത് പറയണം എന്നൊക്കെയുള്ള അറിയാതെ. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതില്ലാതെയാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും, അയ്യോ നമുക്ക് എന്തുമാത്രം കൺസിഡറേഷൻ ആണ് അദ്ദേഹം തരുന്നത് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഞാൻ പറയണമെന്ന് വെച്ചാൽ ലാലേട്ടന്റെ കൂടെ നമ്മൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന കാര്യം അതാണ്. ഹി മേക്സ് യു ഫീൽ ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ അറൗണ്ട്. അത് എനിക്ക് തോന്നുന്നു അതിനൊരു മാറ്റമില്ല തോന്നുന്നു എപ്പോഴും ഈ കാലഘട്ടത്തിലും. ഞാനിപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഖത്തറിലെ ഷോ ചെയ്യുന്ന സമയത്തും ഒക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. നമുക്ക് തോന്നും ലാലേട്ടനെ സംബന്ധിച്ച് നമ്മൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ അങ്ങനെ പെരുമാറാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പം വൃന്ദ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വൃന്ദയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആള്, ചുറ്റുമുള്ള ആൾക്കാരൊന്നും ഇതില്ല. നമ്മൾ അതേസമയം നമ്മളൊരു 10 തവണ ഫോൺ എടുത്ത് നോക്കും, നമ്മളൊരു 10 തവണ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് ഏർപ്പെടും ഒക്കെ ചെയ്യും നമ്മൾ. കാരണം വെച്ചാൽ അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിരിക്കുന്ന ആളിന് അത്രയും വാല്യൂ ചിലപ്പോൾ കൊടുക്കണില്ലെന്ന് അവർക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടൊന്നും ആവില്ല കേട്ടോ. നമ്മൾ വളരെ നമ്മുടെ നോർമൽ ആക്ഷൻസിലും നമ്മുടെ ഒരു റെസ്റ്റ്ലെസ്നെസ്സിലും ഒക്കെ നമ്മൾ ചെയ്തു പോകുന്നതായിരിക്കും. അതിന്റെ അർത്ഥം നമ്മൾ മറ്റേ ആളിന് വാല്യൂ കൊടുക്കും. പക്ഷെ ഞാൻ പറഞ്ഞ ലാലേട്ടൻ മേക്സ് യു ഫീൽ ദാറ്റ്. അല്ല, നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ് ശരിക്കും ലാലേട്ടൻ ഈ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ അഭിനയത്തിൽ നിന്ന് പിന്നെ വെട്ടത്തിലത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലിക്സ് എന്ന ക്യാരക്ടർ എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. വെട്ടം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു മൂവിയാണ് വെട്ടം എന്ന് പറയുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അതിനെ പറ്റിയിട്ട് വാർത്ത ഉണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ. അതായത് വെട്ടമായിരുന്നു യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കണ്ട മലയാളം സിനിമ. മലയാളം ഡബ്ഡ് സിനിമയല്ല, ഡബ്ഡ് സിനിമ അതിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ട്. പക്ഷെ ഡബ്ഡ് അല്ലാതെ മലയാളം ഒറിജിനൽ സിനിമ പോയിട്ടുള്ള വെട്ടമായിരുന്നു. പക്ഷെ അതിന്റെ പ്രേമം ക്രോസ് ചെയ്തു ഇപ്പൊ. എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്ക് സത്യമാണെന്ന് പറഞ്ഞത്. ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ കണ്ടൊരു വാർത്ത കേട്ടോ, എനിക്ക് ഒറിജിനൽ ആണെന്ന് അറിയില്ല. അപ്പൊ വെട്ടത്തിനെ ക്രോസ് ചെയ്തു പ്രേമം എന്ന് പറഞ്ഞിട്ട് വെട്ടത്തിനേക്കാൾ 1 മില്യൺ വ്യൂസ് എക്സ്ട്രാ വന്നു. അല്ല, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു മിഥുൻ ചേട്ടൻ എപ്പോഴും ഒരു മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ പറ്റി എന്താ ചെയ്തിട്ടുള്ള എല്ലാ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുമല്ലോ. മറ്റുള്ളവർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ലെങ്കിലും നമുക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഫെലിക്സ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ റൺ ടൈം ആൾക്കാരുടെ കണ്ണുകളിൽ കിട്ടിയിട്ടുണ്ടാവുക ഫെലിക്സിനായിരിക്കും. കാരണം വെട്ടമാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഷാ ഫെലിക്സും ഈ ഫെലിക്സും ഇതാണ് ഒരാളാണെന്ന് പറയുന്നത് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. ബിഫോർ ആഫ്റ്റർ പിക്ചർ പോലെയാണ്. അല്ല, എന്നാലും ആളുകളൊക്കെ പറയാറില്ല എവിടെ കണ്ടാലും ആൾക്കാർ അത് പറയാറ്. അതെന്ന് വെച്ചാല് ക്യാരക്ടർ പറയുകയാണെങ്കിൽ മിക്കവാറും എപ്പോഴും പറയുന്ന ഫെലിക്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത്രയും സാധനം ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ പറയുന്നത് കൊച്ചാവ പൗലോലെ ആ ക്യാരക്ടർ ആയിരിക്കും. അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഞാൻ എന്താ പറഞ്ഞത്, നമ്മള് ബാക്കിയുള്ളവരുടെ ഇമ്പോർട്ടൻസ് ആണല്ലോ എപ്പോഴും ഒരു നടനെ ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ അവരെ ഏത് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ സിനിമകളും എല്ലാവരും കാണണമെന്നില്ല. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സാധനമായിരിക്കില്ല ആൾക്കാർ കണ്ടിട്ടുണ്ടാവുക. അവര് കാണുന്നത് വേറൊരു തലത്തിലും ഇതൊക്കെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും
വലിയ ഒരു ഗായകൻ വിഷാരടി പറഞ്ഞിട്ടുള്ള കഥയത്. അപ്പം അദ്ദേഹം അത് മറ്റേ ബഡായി ബംഗ്ലാവിൽ വന്നിരുന്നിട്ട് അദ്ദേഹം എത്രയോ വർഷമായിട്ട് പാടുന്നു. അപ്പൊ പുള്ളി നടന്നു പോകുമ്പോ ഒരു കുട്ടി വന്നിട്ട് ഹൈ ബഡായി ബംഗ്ലാവിൽ നിന്ന മാമൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ, ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടിക്കും സ്നേഹം തന്നെയാണ്, ബാക്കിയുള്ളവരോടുള്ള സ്നേഹം തന്നെയാണ്. ഞാന് പണ്ട് നമ്മുടെ അവിടെ ഒരു ചായ കുടിക്കാൻ പോയ കഥയുണ്ട്, ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് കാറിൽ പോയി നിന്നിട്ട് താഴത്തെ കാറിന് ചായ അവിടെ നിന്ന് ഓർഡർ ചെയ്താൽ ആള് കൊണ്ടുവരും, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു കടച്ചായി ഒരു പുറത്തൊരു ചിഞ്ചുരി എന്താ വേണ്ടത്, ലക്ഷ്മിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ക്യാപ്പച്ചിനോ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ ഇയാളെന്നെ കണ്ടുടനെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് എവിടെയോ കണ്ടിട്ടുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി തിരിച്ചറിഞ്ഞ് എന്നുള്ള. അപ്പൊ ഞാനത് ഞാൻ പറഞ്ഞു പുള്ളി ഇപ്പം ചായ കൊണ്ടുവരുമ്പോൾ ഇനിയിപ്പം ഇതൊക്കെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും, അപ്പുറത്ത് ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പം ഞാൻ മറ്റേ ഇതിലൊന്നുമല്ല, ഞാനിപ്പോൾ രാവിലെ ഉറക്കം വേണ്ടിയിട്ട് വന്ന ലുക്കാ, മറ്റേ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം അത് വേണ്ട, അപ്പം അപ്പുറത്ത് തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് താഴ്ത്തി തുറന്നതും പുള്ളി ചായ കൊണ്ടുവന്ന് ഇങ്ങനെ തന്നു. ലക്ഷ്മി തോട്ട് അയ്യോ എപ്പോഴും ഞാൻ വീഡിയോ കാണും, ഞാൻ പുള്ളിയെ കണ്ടപ്പോ ആലോചിക്കാതെ എവിടെയാ കണ്ടത്, നിങ്ങളുടെ വീഡിയോയിൽ അഭിനയിക്കുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞു ഇത്രയും വർഷമായിട്ട് സിനിമ, സീരിയൽ, ടെലിവിഷനൊക്കെ ചെയ്തിട്ട് നിനക്ക് ഞാൻ ആ യൂട്യൂബിലായിട്ട് ഇതിനകത്തല്ലെങ്കിൽ മറ്റേ റീൽസിൽ വരുന്ന ആളായിട്ടുള്ളേ എന്നുള്ളത്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇതാണല്ലോ അദ്ദേഹം കാണുന്ന ദിവസം. അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ലക്ഷ്മിയും ആ ലക്ഷ്മിയുടെ കൂടെ അഭിനയിക്കുന്ന ആളാണ് ഞാൻ. ഇനി അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണേ, ഞാനാണ് അത് എന്നെ തിരിച്ചറിഞ്ഞ പ്രശ്നം ഞാൻ പറഞ്ഞത് ആലോചിച്ചൊക്കെ. അല്ല വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അതില്. ഇപ്പൊ നിങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സത്യം മീൻചേട്ടാ മീൻചേട്ടാ ഒന്ന് പറയുന്നേട്ടാ. ശരിക്കും നിങ്ങളുടെ ഒരു കോംബോ അടിപൊളി കേട്ടോ. ഇപ്പൊ നേരത്തെ ആള് പറഞ്ഞതൊക്കെ കറക്റ്റ് ഒക്കെ തന്നെ. ഞാനാണെന്നില്ല ചിലപ്പോ പറയോ അല്ല ശരിക്കും ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇതിനെ കണ്ടന്റ് ഒക്കെ എങ്ങനെ അപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് ചെയ്യണം. കല്യാണം കഴിച്ചോണ്ടായിരിക്കും അങ്ങനെ ഒരു ബന്ധം. കണ്ടന്റ് കൂടുതലും ലക്ഷ്മിയാണ്, ചിഞ്ചുവാണ് ചെയ്യാറ്. ഞാന് സത്യം പറഞ്ഞാൽ അതിന്റെ അഭിനേതാവാണ്, ഇന്നലെ പറഞ്ഞ കറക്റ്റാണ്. അപ്പൊ കൂടുതലും പുള്ളിക്കാരിയുടെ തന്നെയാണ് കോണ്ടന്റ്, ഞാനല്ല അത് ചെയ്യുന്നത്. അപ്പൊ അവളുടെ ക്രിയേറ്റിവിറ്റിയാണ്, അവളുടെ ഒരു ക്രിയേറ്റീവ് സ്പേസിലാണത് കൂടുതലായും ഡെവലപ്പ് ആവുന്നത്. ആ ആഡ്സ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്. അതും ഞാൻ ചിലപ്പം ബാക്കിയുള്ള നമുക്ക് പരിചയമുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും അതില് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും. അതെ അതെ ശരിക്കും. പക്ഷെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര അത്രയും ഓരോ ലെവൽ ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ആളുകൾ കാണുമല്ലോ. അല്ല കറക്റ്റ്. ഞാൻ പറഞ്ഞ നമുക്ക് പണ്ടേ നമ്മള് ടെലിവിഷൻ ആയിരുന്നല്ലോ മിനി സ്ക്രീൻ പ്രേക്ഷകർ എന്നല്ലേ പറഞ്ഞത്, അതിനേക്കാളും മിനി ആയില്ലേ ഇപ്പൊ സ്ക്രീൻ. അതുകൊണ്ട് ചെറിയ സ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പം മൊബൈലും, അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയ സ്ക്രീനായി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ടി വി എല്ലാം വലുതായല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രൈസ്ഡ് കൊമോഡിറ്റിയുമായി മാറി. അതാണ് വാസ്തവം. കാരണം ബാക്കി കോണ്ടന്റ് എല്ലാം ഫ്രീ ആണല്ലോ. നമുക്ക് ടെലിവിഷൻ ആണെങ്കിലും ഇതിനകത്തുള്ളതാണെങ്കിലും നമ്മുടെ ഇന്റർനെറ്റും ഇത്രയും ഇപ്പൊ അത്രയും നമുക്ക് ഭയങ്കര എക്കണോമിക്കൽ ആയതിനു ശേഷം ശരിക്കും അത് ഭയങ്കര ഗുണമാണ്. നമുക്കത് ഫ്രീ ആണ് കോണ്ടന്റ്. അതുകൊണ്ടാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സിനിമാഭിനയത്തോടുകൂടി തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ ദുബായിൽ പോയി FM-ന്റെ ഒരു സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ആ ഒരു കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു തുടക്കം എന്ന് പറയുന്നത് FM-ലൊക്കെ തുടങ്ങുന്ന സമയം നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കൊരു ടെംപ്ലേറ്റ് ഇല്ല FM-ന്. നമ്മൾ ഒരു ഹിന്ദി FM സിറ്റി FM എങ്ങനെയാണോ പോയിരുന്നത് ആ ടെംപ്ലേറ്റിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് നമുക്ക് നാട്ടിലെ FM റേഡിയോ സ്റ്റേഷൻ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ പറഞ്ഞപ്പോ ആകാശവാണിക്ക് അന്നേ FM ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ടെംപ്ലേറ്റിലല്ല നമ്മുടെ നോർമൽ FM പോയിക്കൊണ്ടിരിക്കുന്നത്. ആയിരിക്കാം കേട്ടോ, ആകാശവാണിക്ക് അന്ന് FM ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വി വർ ദ ഫസ്റ്റ് മലയാളം 24 hour FM റേഡിയോ സ്റ്റേഷൻ. വേറെ ആരും അതിന് ക്ലെയിം ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ബാക്കി FM ഉണ്ടെങ്കിൽ പോലും അതിൽ മലയാളം ഇത്രയും എന്നൊക്കെയുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തുടങ്ങിയപ്പോൾ നമുക്കും ഇത് ഭയങ്കര ന്യൂ ആയിരുന്നു. പക്ഷെ അവിടുത്തെ ജനങ്ങൾ, ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മളവിടെ താമസിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ദ കണക്ട് ബാക്ക് ടു കേരള എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അതായത് നമ്മുടെ ദ ബ്രിഡ്ജ് ടു കേരള എന്ന് പറയുന്ന സംഭവം നമുക്ക് എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിയും നമുക്ക് ഭയങ്കരമായിട്ട് ആ കണക്ട് എപ്പോഴും ആവശ്യമുള്ള. നമ്മൾ എവിടെ ചെന്നാലും മലയാളി എവിടെ ചെന്നാലും കേരളത്തിന്റെ എല്ലാ പൊളിറ്റിക്കൽ വാർത്തകളും അറിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കത് നമ്മൾ ഇവിടെ താമസിക്കുമ്പോഴല്ല, നിങ്ങൾ വെളിയിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടുത്തെ മന്ത്രിമാരുടെ പേരുകൾ വരെയും പറയും. ഇപ്പൊ വൃന്ദാലും ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാരുടെയും പേര് ചിലപ്പം പറയാൻ പറ്റില്ല. പക്ഷെ അവർക്കൊക്കെ അത്രയും ഇതുണ്ടാവും. ഞാൻ ഈ രണ്ടിടത്തുമായിട്ട് നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ അത്രയും കണ്ട് അവർ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവരുടെ
നാട്ടിലെ വാർത്തകളിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിനിമ അഭിനയം ഉണ്ട്, അല്ലെങ്കിൽ ആങ്കറിങ് ഉണ്ട്, ഈ FM ശരിക്കും ഇതൊക്കെ ഒരു മൾട്ടി ടാസ്കിങ് ആണ് വേണമെന്നുണ്ട് പറയാം. പലരും പറയാറുണ്ട് ഒരു സമയമില്ല അങ്ങനെ ചെയ്യാം, ഇത്രയൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇതെല്ലാം കൂടി ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? മെയിൻ്റനൻസ് ഒന്നും ഇല്ല വൃന്ദ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇപ്പം പ്രിവിലേജ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമുക്ക് ടിക്കറ്റുകൾ എടുത്തു തരാൻ ആളുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പോയിട്ട് വരാൻ പറ്റുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ വണ്ടിയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് ബെൽസ് വന്ന സമയത്ത് ഞാൻ പറയുന്നത്, ഷാറുഖ് ഖാൻ പറഞ്ഞു ഒരിക്കലും കംഫർട്ടബിൾ ആവരുത്, നമ്മളിങ്ങനെ ഓടി നടക്കാം. നമുക്കിപ്പോ ഈ സ്റ്റാർഡം ഉള്ള സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഓടി നടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാനും വിചാരിച്ചു ശരിയാണ്. പക്ഷെ പുള്ളിയെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മളെ നോക്കാൻ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പക്ഷെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളതുകൊണ്ട് പക്ഷെ അത്രയും എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കണ്ടീഷൻസും നമുക്ക് വേണം. അപ്പം ഇപ്പൊ ഞാനതാ പറഞ്ഞ ഐ എം കണ്ടീഷൻ ദാറ്റ് വേ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രിവിലേജിലാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വേറെ ആൾക്കാർ പറയാണ് കണ്ടില്ലേ ഇവന്റ് ഇങ്ങനെ ഓടി നടക്കുന്നത്, നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് ലൈഫ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസണിന്റെ ആവശ്യമില്ല. സമയമുണ്ട്, സമയമില്ല എന്നല്ല. ഞാൻ സമയമില്ല എന്ന് പറയുന്നത് ആകെ ജിമ്മിന് സമയമില്ലെന്നേ, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ബാക്കി ടൈം നമുക്ക് ഭയങ്കര ഫിക്സഡ് കോമോഡിറ്റി ആണല്ലോ ശരിക്കും. അതുകൊണ്ടാണല്ലോ ഒരു ഡിലേ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബോധേഡ് ആവണം. ഇപ്പൊ നമുക്ക് ടൈം ഭയങ്കര ഫിക്സഡ് കോമോഡിറ്റി ആണ്. അപ്പൊ അതിന് നമ്മൾ മാക്സിമം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തതിനാൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് പോകാൻ പറ്റും. ടൈമിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ അതിനോടൊരു ഇഷ്ടം കൂടി ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ നമുക്ക് പറയാറുണ്ട് എനിക്ക് സിനിമയോട് കൊതിയാന്ന് പറയുന്നാറുണ്ട്. അപ്പൊ അത് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു താല്പര്യം അത് നമ്മുടെ ഒരു അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ഏത് പ്രായം തൊട്ടാ എനിക്ക് മീഡിയ വേണമെന്ന് തീരുമാനിച്ചത്? ഇപ്പൊ ഞാൻ എനിക്ക് തോന്നി ഞാൻ +2 ഇപ്പം തൊട്ട് എനിക്ക് എന്തായിരുന്നാലും മീഡിയയിൽ വേണം, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഉണ്ടാവണം എന്നുള്ളൊരു തോന്നലുണ്ടായി. ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാനിപ്പം എനിക്ക് നമ്മുടെ സിദ്ധാർത്ഥ മേനോൻ ഒരുക്കിയ സിംഗപ്പൂരിന്റെ ഒരു ഷോ ഉണ്ട്, ഞാൻ അവിടെ ഹോസ്റ്റ് ചെയ്യാൻ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞതുകൊണ്ടാണ് അത് ഫ്രഷ് ആയിരിക്കുന്നത്. അപ്പൊ ലോയലൈറ്റ്സ് നമ്മുടെ പഴയ ഞാൻ ലോയലല്ല പഠിച്ചു. അപ്പൊ ലോയലയിലെ നമ്മുടെ പഴയ ബാച്ച്മേറ്റ്സും കുറച്ച് വേറെ കുറച്ച് ആൾക്കാരും ഒക്കെ വന്ന പഴയ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടൊക്കെ ഉള്ള പിള്ളേരും ഒക്കെ വന്ന് നമ്മളെല്ലാവരും കൂടി ചായക്കടയിൽ പോയി ചായ കുടിച്ചു. അപ്പൊ ആ സമയത്ത് അവർ പറയായിരുന്നു. അപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. ഞാൻ അത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് ഏതോ ഒരു വിദ്യ എന്ന് പറഞ്ഞൊരു സീരിയലിൽ അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ് കിട്ടി. ഒരു ചെറിയ ഷോർട്ട് ഒരു സീനം കണ്ടേ ഉള്ളൂ. പക്ഷെ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഇതായതുകൊണ്ട് PC സോമനങ്ങളുടെ ഇതായതുകൊണ്ട് എന്നെ കൊണ്ടുപോയി നിർത്തി അഭിനയിപ്പിച്ചു എന്നുള്ളേ ഉള്ളൂ, അല്ലാതെ പറഞ്ഞില്ല. അപ്പൊ അന്ന് ഞാനിത് വന്ന് പറഞ്ഞ് എല്ലാവരും കാണിക്കുന്നത് കേട്ടോ ഞാനിത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ട് അപ്പോ ഇത് വന്നതോടുകൂടി എല്ലാവരും ഭയങ്കരമായി ഇത് അന്ന് തൊട്ട് നമ്മള് നടനാണ്. അപ്പൊ അതുകൊണ്ട് അന്നോട്ട് എന്റെ മനസ്സിൽ എനിക്ക് ശരിക്കും പറഞ്ഞാല് ഇതിലാവണം എന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മീഡിയയിലുണ്ട്. അന്ന് നമുക്ക് മീഡിയ എന്നൊന്നും പറയാൻ അറിയില്ല. ഞാൻ അന്ന് സിനിമയേ ഉള്ളൂ. നമുക്ക് വേറെ സീരിയലിൽ നിന്ന് പോലും പറയാനായിട്ടുള്ള ഒരു മാനസിക ചിന്താഗതിയൊന്നും ഇല്ല, അത്രയും വളർച്ചയില്ല. അപ്പൊ സിനിമയിലുണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു എല്ലാ ശ്രമവും. പിന്നീടാണല്ലോ നമുക്ക് ഒരുപാട് ബൈഫിക്കേഷനോ അല്ലെങ്കിൽ ഒരുപാട് പല രീതിയിലുള്ള മേഖലകളുള്ളത് മനസ്സിലാവണം. അപ്പൊ ആ മേഖലകളിൽ ഏത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഒരു റൂട്ടിലൂടെ ആയിരിക്കും. ഇപ്പോ കൊമേഡിയൻ ആവണമെന്ന് വിചാരിച്ചായിരിക്കില്ല ചിലർ വരുന്നത്. നമ്മൾ വളരെ വലിയ കൊമേഡിയൻ ആണ് എന്ന് പറഞ്ഞിരുന്ന സുരാജ് ഏട്ടൻ ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരിലാണ്. അപ്പൊ അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് തമിഴിൽ ഉൾപ്പെടെ ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ റൂട്ടാണെന്ന് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന് സിനിമ വേണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ട്രൂപ്പ് ഇറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നിരിക്കും. പക്ഷെ നമുക്കിന്ന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് അതുപോലെയാണ് നമ്മളെ റൂട്ട് കൊണ്ടുപോകുന്നത് ഒരു വഴിയിലോട്ടായിരിക്കും. ഇപ്പൊ അതുകൊണ്ടാണ് എനിക്കിപ്പോ ടെലിവിഷനോ സ്റ്റേജ് ആങ്കറിങ്ങോ ഒക്കെ ആയി എന്റെ മെയിൻ ഇതെന്നുള്ളത്. റേഡിയോയും ഈ പറയുന്ന പ്രസന്റേഷനായി ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോഴും ആഗ്രഹം സിനിമ തന്നെയാണെങ്കിലും ഇപ്പൊ സത്യം പറഞ്ഞാൽ അതിന് കൊടുക്കാനുള്ള ഒരു സമയം പരിമിതമായി പോയി. കാരണം ഈ ഇവന്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓർഗനൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്തെ ഇവന്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിസയും ഒക്കെ എടുക്കാനുള്ളതുകൊണ്ട് വളരെ നേരത്തെ ഓർഗനൈസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഡേറ്റ്സ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഇപ്പൊ എനിക്ക് സെപ്റ്റംബറിൽ ഞാൻ എവിടെയാണ് ഏതൊക്കെ ഷോ ആണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരുവിധം എനിക്ക് ഓൾറെഡി ഐഡിയ ഉണ്ട്. ബാക്കി ഓൺ ദ ഗോ വരുന്നത് വേറെ കാര്യങ്ങൾ. പക്ഷെ ബാക്കി ഇപ്പൊ എനിക്ക് ഒക്ടോബറിൽ എവിടെയാണ് ഫിക്സഡ് ആയിട്ടുള്ള ഷോസ് ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് അറിയാം. അപ്പൊ ഈ ഡേറ്റുകൾ വെച്ചിട്ട് വേണം എനിക്ക് വേണമെങ്കിൽ ഒരു സിനിമ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഇപ്പൊ എനിക്ക് സിനിമയിലോട്ട് പോകുന്നതിന്റെ ഒരു
പ്രശ്നം കിടപ്പുണ്ട് പലപ്പോഴും ഡേറ്റ്സിന്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് അതാണ്, സിനിമയാണ് എന്ന് ചിന്തിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിലൊരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഇവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി ഇതിൽ ഫോക്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലായിരുന്നാലും അത് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ചോദിച്ചില്ല ഓടി നടക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനുള്ള ഇഷ്ടം കൊണ്ട് തന്നെ. അതാ ഞാൻ പറയുന്നത്. വെറുതെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനർജറ്റിക്കും കൂടി ആവണല്ലോ. നമ്മളെല്ലാം കുറച്ച് മുന്നിട്ട് ഇറങ്ങണം, നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈം ലൈറ്റിൽ നിൽക്കണം, ലൈവായി നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടാവുമല്ലോ എന്തായാലും. എനർജി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വലിയൊരു ദൈവാനുഗ്രഹമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ എനർജിയും ഒരേ പാറ്റേൺസും ആവണമെന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പോലും നമ്മളെ ചിലപ്പോൾ ഡ്രെയിൻ ചെയ്തെന്ന് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എനർജി എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. നമുക്കത് ആ സമയത്ത് അതിങ്ങനെ പോസിറ്റീവ്. ഞാൻ അതാ പറഞ്ഞു നെഗറ്റീവ് ആൾക്കാരെ കൂടെ നിർത്താറില്ല എന്ന് പറഞ്ഞ കാര്യം വെച്ചിട്ട് എനിക്ക് അപ്പൊ തന്നെ ഇവരെ മാറ്റി നിർത്തണമെന്ന് തോന്നേണ്ട റീസൺ എന്ന് വെച്ചാൽ എനിക്ക് നെഗറ്റിവിറ്റി എടുക്കണം താല്പര്യമില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ട് പോകുന്ന ഒരാളാണ്. ഇവര് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്രയും വേഗം ആ സ്പേസിൽ നിന്ന് മാറുക, ഞാൻ ഇവരുമായിട്ട് ഇനി അധികം ഇന്ററാക്ട് ചെയ്യണ്ട എന്നുള്ളതാണ്. ഭയങ്കര ഒരു ഹൈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയണമല്ല, എനിക്ക് ഒരുപാട് പേരിരുന്ന് ഒരാളെ കുറ്റപ്പെടുത്തുന്നത് കണ്ടാൽ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും മെഗാ സ്പേസിൽ നിന്ന് മാറണം എന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് വേറൊരാളെ നമ്മൾ ബേസിക്കലി അപ്പോ എപ്പോഴും ചിന്തിക്കുന്നല്ലേ, അപ്പൊ നമ്മള് വേറൊരാളില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അയാളെ കുറ്റപ്പെടുത്തുന്നത് അതൊക്കെ ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ നമ്മളെ ഡ്രെയിൻ ചെയ്യും ഭയങ്കരമായിട്ട്. ഞാൻ അത്തരം കാര്യങ്ങളിലോട്ട് ഒന്നും പോറില്ല. പിന്നെ നമ്മളെന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരാളെടുത്ത് സംസാരിച്ചോ ചിരിച്ചോ വെച്ചിട്ടോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ വലിയ കുറച്ച് ഇങ്ങനെ പകരം ജാടയൊക്കെ ഇട്ടിരുന്നിട്ട് ഒന്നും ഒരു കാര്യമൊന്നുമില്ല, ഒരു ലൈഫേ ഉള്ളൂ നമുക്ക്. അത് ഞാൻ പറഞ്ഞ ജാടയാവണമെന്നില്ല. എല്ലാവർക്കും ഇപ്പം നമ്മളിപ്പം മറ്റേ സോഷ്യൽ മീഡിയയുടെ ടേം ഉപയോഗിച്ച ഇൻവേർട്ടേഴ്സ് ആവാമല്ലോ. ഞാൻ പറഞ്ഞ എല്ലാവർക്കും പറ്റില്ല. ഇപ്പം ലക്ഷ്മിക്ക് അവളിപ്പം എന്റെ സ്പേസിലോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുടെ സ്പേസിലോ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും ചിരിക്കാനും ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കാനും ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഒരു പബ്ലിക് സ്പേസിൽ ഒരു 10 പേര് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് ഞാൻ കൂടെ ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ടെൻഷൻ ആവുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് അത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ജാടയായിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യാം. അത് ഞാൻ പറയുന്നത് നമ്മളെ വളരെ ചിന്തിക്കുന്നതാണ്. നമ്മള് ഓരോ ആൾക്കാരും അവരവരുടെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കില്ലേ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അയാളുടെ മനസ്സിലൂടെ എന്താണ് പോകുന്നതെന്ന് അറിയില്ല, ഒക്കെയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ ഒരാള് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ അയാൾ ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നില്ല നമ്മള് ഇതാണെന്ന്. ചിലപ്പോൾ അയാൾ നോക്കുന്നത് അയാളുടെ വേറെ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നത്തിനാവാം. നമ്മൾ അതിന് വേണ്ടിയിട്ടാ അയ്യോ നമ്മളെ റെസ്പെക്ട് ചെയ്തില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് മാത്രം ചെയ്യുന്നതാണ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് അവേ ഫ്രം ഇറ്റ്, ഗെറ്റ് അവേ ഫ്രം ഇറ്റ്. അത്രേ അല്ലാതെ അതിന് നമ്മൾ ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. അല്ല അതെ, ഈ പറഞ്ഞ പോലെ ഇൻവെർട്ടർ ആയിരിക്കും. അപ്പൊ ഈ ഒരു ആങ്കറിങ് ഇല്ല, ഒരു എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിരിക്കില്ലേ നമുക്ക് എപ്പോഴും ഒരു മെമ്മറി ഉണ്ടായി. ചിലപ്പോ ഈ പറഞ്ഞ പോലെ പലരും പറയാറുണ്ട് ചില സമയത്ത് നാക്കുളിക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്കൊരു നർമ്മം തരത്തിലുള്ള എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നർമ്മമോ ഇത് നിങ്ങൾ സ്റ്റേജിൽ നർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞാൽ കൂവല ആലോചിക്കണം. അപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പുള്ളൊരു നമ്മുടെ മാധ്യമത്തിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ആ സമയത്ത് മനോജ് ചേട്ടൻ വന്ന് പാടാൻ നിൽക്കുമ്പോഴേ നമ്മൾ അറിയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇങ്ങനെ ഇതൊരു ആംബിറ്റിയേറ്ററാണ്. അപ്പം ഇവിടെ നടുക്ക് മുഴുവൻ കറക്റ്റായിട്ട് സൗണ്ട് കേൾക്കാം. ഇവര് സ്പീക്കർ വെച്ചതിന്റെ എന്തോ ഡയറക്ഷന്റെ ഫ്ലോയോ അതോ ആ ഇത് ഡിസൈൻ ചെയ്തതും ഈ സൗണ്ടിന്റെ ഡിസൈനിന്റെയും ഫ്ലോയിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് സൈഡിൽ ഇരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവരിങ്ങോട്ട് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പം ഞാനിങ്ങനെ അടുത്ത് നമ്മളോട് പറയുന്നത് ഇവിടോട്ട് സൗണ്ട് വരുന്നില്ല മിഥുൻ എന്ന് പറഞ്ഞു. മനസ്സിലായി, ഇനിയിപ്പോ സൗണ്ട് മാറ്റി ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മാക്സിമം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ വെടിയും പുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വച്ച് വിടുകയാണ്. അവരെ മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ഇനി സ്പീക്കർ മാറ്റി വെച്ചിട്ടൊന്നും ഒരു ഷോ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാം. അപ്പൊ അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ മഴ പെയ്തു പോയ ഷോസ് ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്കറിയാം ആൾക്കാർ മൂവ് ചെയ്യാൻ താല്പര്യമില്ല. ആൾക്കാർ പറഞ്ഞു നിങ്ങൾ പാട് നമ്മൾ കേട്ടോളാം. പക്ഷെ ഈ ഇരിക്കുന്ന എക്യുപ്മെന്റിൽ ഒരെണ്ണത്തിൽ ചിലപ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോകും. പക്ഷെ ടിക്കറ്റ് എടുത്ത് വന്നേക്കുന്നവരുടെ അടുത്ത് എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ പറഞ്ഞത് അത് നമുക്ക് അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഞാനതാ പറഞ്ഞത്, അത് വെളിയിൽ കാണുന്നവർക്ക് ഈ മറ്റേ നാക്കുളിക്കുന്നത് കോമഡി ആണെങ്കിലും ചിലപ്പോ ആ നാക്കുളിക്കലിൽ ഉണ്ടാവുന്നത് വലിയ പ്രശ്നങ്ങളായിരുന്നു. അല്ല പലരും പല കഥകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ സ്റ്റേജ് ഷോയിൽ ഉണ്ടായ കുറെ കോമഡി പറയുമ്പോൾ നമ്മൾ തന്നെ ഇപ്പൊ ഇന്നാളെ എനിക്ക് തോന്നുന്നു രാജസാഹിബിക്ക് ഉഷാവുതുപ്പായിട്ട് സ്ക്രീനിൽ കയറിയ സമയത്ത് സ്റ്റേജിൽ കയറിയപ്പോ സാരി അഴിഞ്ഞു വീണു എന്ന് പറഞ്ഞു ഒരു ദിവസം. എന്നിട്ട് പുള്ളി എന്നെ പറഞ്ഞു അതങ്ങോട്ട് പുള്ളി അത് സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് എന്റെ സാരി ഷോ എന്നൊക്കെ പറഞ്ഞു ഉഷാവുതുപ്പിന്റെ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ കോമഡി ഒക്കെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരുപാട് ഉണ്ടാവും. ഞാൻ പറഞ്ഞ ആ സമയത്ത് അത് കോമഡിയും ഇതുവാണെങ്കിലും ഞാൻ പറഞ്ഞ പൊളിഞ്ഞതാന്ന് പറയുന്നത്. അതുകൊണ്ട് സീസ ഒരു
അത് തമാശയായിട്ട് പറയാനായിട്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ ഷോ ആണല്ലോ ഏറ്റവും അതായത് ഇപ്പൊ ഉള്ള ഷോയില് ഇത് കഴിഞ്ഞപ്പോ ഞാന് അവിടെ വെച്ചിട്ടേ ഒരു ആളുണ്ടായിരുന്നു, പുള്ളി പറഞ്ഞു, അതായത് സ്ത്രീകളെ മാത്രമേ നിങ്ങൾ മൈൻഡ് ചെയ്യണുള്ളൂ, നമ്മളാരും ഡാൻസ് കളിക്കണമെന്നും മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മാത്രം മൈൻഡ് ചെയ്ത ആൾക്കാർ വേറെ തെറ്റിദ്ധരിക്കില്ലേ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു, അപ്പൊ പുള്ളി മറ്റേ ഒഫൻസീവ് മോഡായി. പിന്നെ കഴിഞ്ഞ ദിവസം മറ്റേ ഷാജുന്റെ ഷോ ഉണ്ടപ്പോ ഒരാൾ അവിടെ നിന്നിട്ട് ഇത് ചെയ്തില്ല. അപ്പൊ അത് അവർക്ക് അവരുടെ ഒരു സ്പേസിൽ എൻജോയ് ചെയ്യണതാണ്. പുള്ളിയെ നമ്മൾ അവിടെ നിർത്തിയ അവസരം പുള്ളിയെ മറ്റേ മെയിൻ ആളാക്കി മാറ്റി അവിടെ നിർത്തിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് വേറൊരു യൂഫോറിയിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ അടുത്ത ദിവസം കണ്ട ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്തത് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മള് വളരെ ചെറുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് വലിയ കാര്യങ്ങളായിട്ട് തോന്നാം. അതുകൊണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കത് അതിനെ മറിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. നമുക്ക് അതെങ്ങനെ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മള് ഇതല്ല, അത് ദൈവാനുഗ്രഹമാണ്. ആ സമയത്ത് സംസാരിക്കാൻ പറ്റുന്നതും ആ സമയത്ത് മനസ്സിൽ ഓർമ്മ വരുന്നതും. നമുക്കിപ്പം ഞാൻ എപ്പോഴും പറയണ്ട, നമ്മുടെ ഒരു എന്താ പറയാ ബ്രെയിൻ ഫോഗ് ഭയങ്കര കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. നമ്മള് പോസ്റ്റ് കോവിഡ് നമ്മളെല്ലാവർക്കും കുറച്ച് ഈ പറയുന്ന മെമ്മറി, പ്രത്യേകിച്ചും കൂടുതലായും നമ്മളൊരു സ്ക്രീൻ കൂടുതൽ യൂസ് ചെയ്യുന്നതും ഒക്കെ കൊണ്ട് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആര് എന്ന് നോക്കണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങളത് അറിയേണ്ട കാര്യമില്ല, കാരണം ഇറ്റ്സ് എ ഗൂഗിൾ അവേ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഓർത്തിരിക്കേണ്ട, നമുക്ക് അതുകൊണ്ട് പണ്ട് നമ്മൾ ഇത്രയും ഫോൺ നമ്പേഴ്സ് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫോൺ നമ്പേഴ്സ് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് ഇതിനകത്തുണ്ട്. നമുക്ക് പണ്ടൊരു ഡിജിറ്റൽ ഡയറി എന്ന് പറയുന്നത് 25 ഫോൺ നമ്പർ അതിനകത്ത് കൊള്ളുക പോലും ഉണ്ടായിരുന്നു. ഇപ്പം യു ഹാവ് എത്ര കോൺടാക്ട്സ് അതിനകത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ യു ഹവൻ കൗണ്ടഡ് ഇറ്റ് ഇല്ലേ. ശരിക്കും നമുക്ക് നമ്മളെ ഫോളോവേഴ്സ് നോക്കുന്നതിന്റെ അത്രയും പോലും നമ്മൾ നോക്കാറില്ല നമ്മുടെ കോൺടാക്ട്സിൽ എത്ര ആൾക്കാരുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചിന്തയില് പലപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഒരുപാട് മാഞ്ഞു പോവാം. നമ്മള് പലപ്പോഴും നമ്മൾ വായിച്ചു വച്ചിരുന്ന സാധനങ്ങൾ പോലും മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. കാരണം അത് എന്റെ കാര്യമൊന്നും നിങ്ങളുടെ കാര്യമൊന്നും അല്ല പറയുന്നത്, എല്ലാവരുടെയും കാര്യം. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളൊരു മൈൻഡ് പാലസിലൊന്നും മറ്റേ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാലം, നമുക്ക് ആവശ്യമില്ലാത്ത കാലമാണ്. നമ്മളിപ്പോ റേഡിയോയിൽ ഒരു കോൺടെസ്റ്റ് നടത്തുമ്പോൾ ചോദ്യം ചോദിച്ചാൽ നമുക്കറിയാം അവർ ഗൂഗിൾ ചെയ്താണ് തരുന്നത്. ചാറ്റ് ജി പി ടി ഉണ്ട്. അതെ, ചാറ്റ് ജി പി ടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇതൊക്കെ തന്നെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മളിതൊന്നും ഓർത്ത് വെക്കാറില്ല. പക്ഷെ അപ്പോ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് അപ്പം ഗൂഗിൾ ചെയ്ത് നോക്കാൻ ടൈമില്ല. നമുക്ക് ഒരു സെക്കൻഡേ ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ സാഹചര്യത്തിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന നടനോ നടിയോ അല്ലെങ്കിൽ നിങ്ങളപ്പോൾ ഇത് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു റിസർച്ച് പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കാനും സംസാരിക്കാനും പറ്റിയാൽ അത് അത് നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. അത് ആ സമയത്ത് ഉണ്ടാവുന്ന സരസ്വതി. അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ എന്റെ മനസ്സിൽ അത് എപ്പോഴും എനിക്ക് ഇതാണ്, അത് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് നമുക്ക് ആ സമയത്ത് സംസാരിക്കാൻ പറ്റുന്നത്, ഇപ്പൊ റിപ്പാർട്ടി ആ രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതും ഒക്കെ അതൊരു ദൈവാനുഗ്രഹമാണ്. ആൻഡ് ഇറ്റ് ഡസന്റ് ഈവൻ കം വിത്ത് പ്രാക്ടീസ് എന്ന് എനിക്ക് തോന്നുന്നു. അത് കൂടുതലായും അതൊരു ഇത് തന്നെയാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ ഈ ജിമ്മി വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ സിനിമയില് നായകനായിട്ട് അഭിനയിച്ചു. അത് എങ്ങനെ ഉണ്ടായിരുന്നു? നായക വേഷത്തിൽ ഇതിനൊക്കെ മുമ്പ് ഞാൻ പണ്ടൊക്കെ നായക വേഷം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാലഘട്ടത്തിൽ പൂജാ നായകനായിരുന്നു. എന്നുവെച്ചാൽ പൂജ അടക്കം പടം ഇറങ്ങില്ല. അതുകൊണ്ട് ഞാൻ കല്യാണ കുർബാന എന്ന് പറഞ്ഞ പടത്തില് 3 നായകന്മാരിൽ ഒരാളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അന്നേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്തു. ജിമ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജു ചന്ദ്ര എന്ന് പറഞ്ഞ ഡയറക്ടർ, ഈസ് എ വെരി ഗുഡ് ഡയറക്ടർ. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പുതിയ ഒരു സിനിമ ഭയങ്കര ഹിറ്റായിട്ട് തുടങ്ങി, പിറന്നാൾ വാഴ്ത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് പടം ഒരുപാട് ഫെസ്റ്റിവൽസിനൊക്കെ പോയാണ്. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പെറ്റ് മൂവി എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു അന്ന് മലയാളത്തിൽ അത്രയും കണ്ട് ഒരു ഡോഗിനെ ഉപയോഗിച്ചു, അതിനൊക്കെ അത്രയും വർഷം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡോഗിനെ ഉപയോഗിച്ചൊരു സിനിമ ഒന്നും വന്നിട്ടില്ല. അതേസമയം നമ്മൾ ചുറ്റും നോക്കുമ്പോൾ പലയിടത്തും അങ്ങനെയുള്ള സിനിമകൾക്ക് ഭയങ്കര ഇത് വരുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്ക് ദുബായിയുടെ സ്പേസ് നിന്നുകൊണ്ട് ഒരു ഡോഗ് മൂവി ചെയ്യാം. അപ്പൊ അതിലെ ജിമ്മി വീടിന്റെ ഐശ്വര്യം, ആ ജിമ്മി ഞാനല്ല, പട്ടിയാണ്, മനസ്സിലായില്ല. അപ്പൊ അപ്പോ പട്ടിയാണ് നായകൻ, ഞാൻ കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ട് ആ പടം ഫ്ലോപ്പ് ആയോ ഹിറ്റായോ എന്നൊക്കെ ഉള്ളത് പട്ടിയുടെ കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ രാജു ഇസ് എൻ അമേസിംഗ് ഡയറക്ടറാണ്. രാജു ചെയ്തു വെക്കുന്ന വർക്ക്, രാജുവിന്റെ തോട്ട് പ്രോസസ് ഒക്കെ. പക്ഷെ നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. നമ്മളതിനകത്ത് സുരാജ് ചേട്ടന് വേണ്ടിയിട്ട് രാജു ഉണ്ടാക്കിയ ഗെറ്റപ്പ് പോലും ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചു സുരാജിന്റെ ലൈഫിലെ ഒരു ഭയങ്കര ഡിഫറെന്റ് ഇതാണ്. പക്ഷെ വി വിൽ തിങ്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു യോട്ടിൽ ഒരു പക്ഷേ അദ്ദേഹം വന്ന് ഇറങ്ങുന്ന
ഷോർട്ടിൽ നിന്നാണ് വിചാരിച്ച തൽക്കാലത്തേക്ക് അത് നമുക്ക് ഒന്ന് ചുരുക്കേണ്ടി വരുമ്പോൾ തൽക്കാലം ഒരു ബോട്ടിൽ വന്നിറങ്ങുന്ന സിറ്റുവേഷൻ അല്ല ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഷൂട്ട് ചെയ്തതിന്റെ ഒരു സംഭവമുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ദുബായ് റൈറ്റ്. അപ്പൊ നമുക്ക് എല്ലാം വി വർ കോളിംഗ് ഇൻ ഫേവേഴ്സ്. നമുക്ക് അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാം ആ സിനിമയിൽ. ഡസന്റ് റിഫ്ലക്ട് ഓൺ ദ ഡയറക്ടർ എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പൊ ആ ഒരുപക്ഷെ എല്ലാവർക്കും നമുക്കൊരു ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു സംഭവമുണ്ട്. അപ്പൊ അതിന് പുള്ളിക്കാരന് ഒരുപക്ഷെ വേറെ എവിടെയെങ്കിലും പോയി വേറൊരു ആർട്ടിസ്റ്റിനെ കിട്ടി വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്കറിയില്ല, ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ 2-3 നേരത്തെ പറഞ്ഞു, പക്ഷെ ഇപ്പൊ ഡോഗിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയിൽ അഭിനയിക്കാൻ ഇന്ന് ഈ കാലഘട്ടമാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അന്നൊക്കെ കുറച്ചൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് പല ആൾക്കാരും അങ്ങനെയുള്ള സിനിമകളൊന്നും ചിലപ്പോൾ ചെയ്യാത്തൊരു കാലഘട്ടം. അപ്പൊ അങ്ങനെ പോയപ്പോൾ 1-2 പേരുന്ന റിജക്ഷൻ കിട്ടിയപ്പോഴാണ് പുള്ളി പറഞ്ഞത് അപ്പൊ അവരൊക്കെ ബിസിയാണ്, മിഥുൻ ഫ്രീ ആയതുകൊണ്ട്. അല്ല ശരിക്കും എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സിനിമ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിച്ച എല്ലാ സിനിമയും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാനത് പറഞ്ഞു. എനിക്ക് അവതാരം എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് സാറ് പറഞ്ഞു എടാ കുറച്ചുകൂടി സൈസ് വെച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ദൈവം എല്ലാം മില്ലിയാറാ പറയാതെ ഇത് ചെയ്തത്, കാരണം അങ്ങനത്തെ ഒരു ഗുണ്ടയായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ജോയ് മാത്യു നീ നിൽക്കുമ്പോ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞാണ് ജോയ് സാറ് പറയുന്നത്. അപ്പൊ എന്നിട്ട് അതിനകത്ത് ഫൈറ്റുകൾ അതിനകത്ത് നമ്മളൊരു ഒരു സെക്കൻഡ് സ്റ്റോറിയിൽ നിന്ന് താഴോട്ട് ചാടുന്നുണ്ട്. അത് ഞാൻ ഇതില്ലാതെ ചാടി, ഐ ഡിഡ്ന്റ് ഹാവ് എ ബോഡി ഡബിൾ, ഞാൻ അല്ലാതെ ചാടി. അപ്പോൾ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ അന്ന് ആ തടിയും വെച്ച് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഈ പടം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ആക്ഷൻ ക്യാരക്ടേഴ്സ് വരുന്നു. നമ്മളിത് വലുതായിട്ട് ചെയ്തെങ്കിൽ ആൾക്കാർക്ക് അത് തോന്നിയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ വരാറ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ പടവും ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതുമാണ്. ചിലർ വിളിച്ചിട്ട് നമ്മൾ സൗഹൃദത്തിന്റെ പേരിൽ പോയി ചെയ്യുന്ന പടങ്ങളുണ്ട്. അപ്പൊ അതിൽ പോലും അങ്ങനെ തന്നെയാണ്. അല്ല ഈ സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ മിഥുൻ ചേട്ടൻ സൗഹൃദത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പൊ മഞ്ജു ചേച്ചിനായിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അവരുടെയൊക്കെ ആയിട്ടുള്ളൊരു ഇപ്പൊ പിഷാരടി ചേട്ടനൊക്കെ ആയിട്ടൊക്കെ അപ്പൊ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ എങ്ങനെയാ? നമ്മളിത് ഒരുപാട് കാലം പറഞ്ഞതാണ്, നമ്മൾ യാത്രാ സൗഹൃദങ്ങളാണ് നമ്മുടെ മെയിനായിട്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചൊരു നാഫ എന്ന് പറയുന്ന ഒരു ഇതിന് പോയപ്പോഴാണ് നമ്മളെല്ലാവരും നമ്മളൊരു യാത്രയിലായിരിക്കുമല്ലോ. നമ്മളെല്ലാവരും നമ്മുടെ വൾണറബിലിറ്റീസും അല്ലെങ്കിൽ നമുക്ക് മറകളൊന്നും ഇല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. അപ്പോൾ നമുക്കൊരു സെലക്ഷൻ പ്രോസസ് വരും. നമ്മുടെ ചുറ്റും നമ്മളുമായിട്ട് മിങ്കിൾ ആവുന്നതും ഒരേ രീതിയിലുള്ള വേവ് ലെങ്തും ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ട് നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാവും. ആ കൂട്ടായ്മയായിരിക്കും വൈകുന്നേരം പുറത്തിറങ്ങുന്നതും വൈകുന്നേരം എവിടെയെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നമ്മുടേത്. അപ്പൊ അതിലാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടായത്. അത് എല്ലാവരും ഒന്നിച്ചാണ്. അതില് ഈ പറയുന്ന പോലെ അതില് നമ്മള് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് ചാക്കോച്ചനാണ്. കാരണം ബാക്കി നമ്മളെല്ലാവരും ഇതാണ്. നമുക്കിപ്പോ ഒരു MLA ഉള്ള വേറൊരു ഗ്രൂപ്പിനെ നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തമായി MLA ഉള്ള അത് ശരിയാ, നമുക്ക് സ്വന്തമായിട്ട് MLA ഉണ്ട്, ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ട്, മലയാളത്തിലെ എവർഗ്രീൻ ഹീറോ ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ അത് നമ്മളെല്ലാം മറ്റേതാണ് മലയാളത്തിലെ അതാ പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കൂടെ ടോമി ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഗ്യാങ് ഭയങ്കര സീക്രട്ട് ആണ്. നീരജ് ഇസ് ദേർ, ഗീതു ഇസ് ദേർ. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സീക്രട്ട് ഗ്യാങ് ആണ് നമുക്കത്. ആൻഡ് വി ആക്ച്വലി നമുക്ക് ആ ഒരു കൂട്ടായ്മ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു കോസി അറ്റ്മോസ്ഫിയർ ആണ്. അതെ, ഈ സൗഹൃദങ്ങൾ തന്നെ ഇപ്പൊ സൗഹൃദത്തിലൂടെ കുറെ സിനിമകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പല പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനും കുറെ കാര്യങ്ങൾ പറ്റും. അപ്പൊ ശരിക്കും ആ സൗഹൃദമൊക്കെ ഇനി മുന്നോട്ട് പോകട്ടെ. അതുപോലെ ഇനിയും നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ. ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇനിയും പോവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനർജി ഗംഭീരമാണ്. അതേ രീതിയിൽ എനർജിയിൽ കൊണ്ടുപോട്ടെ കേട്ടോ. വൃന്ദയുടെ പുതിയ ഇത് ചാനലും വൃന്ദയുടെ എല്ലാ വെഞ്ചേഴ്സിനും കേട്ടോ, എല്ലാ വെഞ്ചേഴ്സിനും ഇതാവട്ടെ. നമ്മള് സ്റ്റാർ സിംഗറിന്റെ സമയത്താണ് കൂടുതലായിട്ടും പരിചയപ്പെട്ടത്. ഓക്കെ, ഗംഭീരമാവട്ടെ കേട്ടോ. ഹാപ്പി ഓണം. മിഥുൻ ചേട്ടന്റെ എന്താ പറയാ, മിഥുൻ ചേട്ടന്റെ ആ വാക്കുകൾ കേട്ടോ എന്റെ ഇന്നത്തെ ദിവസം എന്റെ പൂർത്തിയായി. വൃന്ദയും ഇതേപോലെയാണ്. അവന്റെ ഡസന്റ് ടേക്ക് നോ ഫോർ ആൻ ആൻസർ. അതിന്റെ പിറകെ പോയി കാര്യങ്ങൾ നേടുന്ന ഒരാളാണ്. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും മിഥുൻ ചേട്ടൻ. താങ്ക് യു. ഹാപ്പി ഓണം കേട്ടോ.